വിഷ്വൽ ക്രിയേഷന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലിനോടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. നേരെ വീഡിയോയിലേക്ക് പോവാം. സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു. നിലവിൽ ജനക്ഷേമ പദ്ധതിയോട് ഊന്നിയുള്ള ബജറ്റ് ആണെങ്കിൽ പോലും മുൻ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളോട് ചിലത് പുതിയ സർക്കാർ മുഖം തിരിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സംസ്ഥാനത്ത് 18 ലക്ഷത്തോളം വരുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ കാത്തിരുന്ന സ്ത്രീ സുരക്ഷ പെൻഷൻ വിതരണമാണ്. ഇതോടൊപ്പം തന്നെ പിന്നെ മുഖ്യമന്ത്രിയുടെ കണക്റ്റീവ് വർക്ക് സ്കോളർഷിപ്പാണ് മത്സര പരീക്ഷയ്ക്ക്, അതായത് ജോലി നേടാൻ തയ്യാറെടുക്കുന്ന യുവാക്കൾക്ക് പ്രതിമാസം ലഭിച്ചുകൊണ്ടിരുന്ന 1000 രൂപ ആണ് കണക്റ്റീവ് സ്കോളർഷിപ്പ് റദ്ദാക്കി. കൂടാതെ തന്നെ പ്രതിമാസം വീട്ടമ്മമാർക്ക് 35 വയസ്സിന് 60 വയസ്സിന് ഇടയിൽ പ്രായമുള്ള വീട്ടമ്മമാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്ത്രീ ശിക്ഷ പെൻഷനും ഏകദേശം നിർത്തലാക്കലിന്റെ വക്കിലാണ്. ഇപ്പോൾ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്, അതുപോലെ ചില കോഴ്സുകൾ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇതിൽ അർഹത ഉണ്ടായിരുന്നത്. നിയമസഭ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് APL BPL കാർഡിൽ പേരുള്ള 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീ വീട്ടമ്മമാർക്ക് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലിയില്ലാത്ത തികച്ചും വീട്ടമ്മമാർക്ക് ഒരു കൈസഹായം എന്ന നിലയിൽ മുൻ സർക്കാർ തുടങ്ങിയ പദ്ധതിയാണ് സ്ത്രീ ശിശു ക്ഷേമ പദ്ധതി. 4-5 മാസം മുമ്പാണ് ഈ ആനുകൂല്യം ലഭിച്ചു തുടങ്ങിയത്. അതല്ല, സർക്കാർ ഇലക്ഷന് മുമ്പായിട്ടാണ് ഇത് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ പുതിയ സർക്കാർ ബാധ്യതയേക്കണമോ നമുക്ക് ഒരു സർക്കാർ ചിന്തിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് കണക്റ്റീവ് സ്കോളർഷിപ്പ് സ്ത്രീ പെൻഷൻ ഒഴിവാക്കലിന്റെ വക്കീലാണോ ഔദ്യോഗികമായിട്ട് പറഞ്ഞില്ലെങ്കിലും 95% സാധ്യത ഒഴിവാക്കാൻ തന്നെയാണ്. ഇനി ബജറ്റിൽ എന്തെങ്കിലും ചില കാര്യങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞു. ഈ സർക്കാരിന്റെ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ ഈ പദ്ധതി താൽക്കാലികമായിട്ട് റദ്ദാക്കിയിരിക്കുകയാണ്. തുകയൊന്നും ലഭിക്കുന്നതല്ല. ഇത് സംസ്ഥാന സർക്കാർ വരും യോഗം ചേരുകയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരായിട്ട് ചർച്ച നടത്തുകയും ചെയ്യും. അതിൽ അന്തിമ തീരുമാനം അറിയാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. എന്തെങ്കിലും അനുകൂല സാഹചര്യം ഉണ്ടാകുകയും ചെയ്താൽ അത് നമ്മളെ അറിയിക്കുന്നതായിരിക്കും. നിലവിൽ ഇപ്പോ നമ്മൾ ആനുകൂല്യം കണക്ട് വർക്കിലൊക്കെ ചേർന്ന് ഈ അപേക്ഷകർ ആണെങ്കിൽ പോലും അർഹതയില്ലാത്തവർ ഒരുപാട് പേര് വാങ്ങുന്നുണ്ടെന്ന് ഈ സ്ത്രീ പരാതി വന്നിട്ടുണ്ട്. ഇലക്ഷന് മുമ്പ് അപേക്ഷ വെച്ചുകൊണ്ട് തന്നെ ഒരുപാട് അർഹതയില്ലാത്ത ആളുകൾ കയറി കൂടിയിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലാണ് പുതിയ സർക്കാർ. APL കാർഡിനാണ് ഇത് ലഭിക്കുക. 35 വയസ്സിന് 60 വയസ്സിന് പ്രായമുള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏകദേശം ഉറപ്പിച്ചിട്ടില്ല. തന്നെ പല ആളുകളും പല ജോലികൾ ചെയ്യുന്നുണ്ട്. സാമ്പത്തിക ശേഷി വരുന്നവരുണ്ടാവും, താഴ്ന്നവരുണ്ടാവും. സർട്ടിഫിക്കറ്റ് ഒന്നും പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അന്വേഷിച്ച് കണ്ടെത്തി പഠിച്ചിട്ടായിരിക്കും ഈ ഇതിനെ കുറിച്ച് എന്തെങ്കിലും തീരുമാനം ഉണ്ടാവുക. അത് വരുമ്പോൾ തന്നെ ഈ ചാനലിനോട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ശേഷം അർഹതയുള്ളവരെ മാത്രം ഉൾപ്പെടുത്തി പുതിയൊരു പദ്ധതി പറയുകയോ കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഈ പദ്ധതി തന്നെ പുതിയ രീതി സഹായിക്കാം. നിലവിൽ അതിനുള്ള അന്തിമ തീരുമാനം 1-2 ആഴ്ചകൾക്ക് ശേഷമോ അല്ലെങ്കിൽ 1-2 മാസത്തിന് ശേഷമായിരിക്കും തീരുമാനം എടുക്കുക. ഇന്ദിര ഗ്യാരണ്ടിയിൽ 3 ഗ്യാരണ്ടിയിലാണ് ഇപ്പൊ അന്തിമ തീരുമാനമായിട്ടുള്ളത്. വനിതാ വകുപ്പ് ഇരിക്കുന്നു. അത് മാത്രമല്ല, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് 25 ലക്ഷം രൂപയുടെ
ധനസഹായം അതിനെക്കുറിച്ച് അന്തിമ തീരുമാനമായിട്ടുണ്ട്. DPR ഒക്കെ അനുവദിക്കുന്നതിന് വേണ്ടി അതിന് 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 3 കാര്യങ്ങൾ പരിമിത ഘട്ടത്തിലാണ്. ഇത് കൂടാതെ തന്നെ മറ്റ് കാര്യങ്ങൾ ക്ഷേമ പെൻഷൻ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 6 മാസത്തിനുള്ളിൽ നടത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ഒരു മാസം ഭരണത്തിൽ കയറി ഒരു മാസം പിന്നിടുന്നതിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ സർക്കാരിന് പോകും. അത് പരിശോധിച്ച് വിശദമായിട്ടുള്ള അന്തിമ അറിയിപ്പ് നമ്മളെ അറിയിക്കും. കാരണം കൂടുതൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്ന പദ്ധതികൾ ഒഴിവാക്കാനാണ് സാധ്യത കൂടുതൽ. സ്ത്രീ പെൻഷൻ പദ്ധതി ഒക്കെ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ താൽക്കാലികമായി വേണ്ടാന്ന് വെക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളെ ബാധിക്കുന്നതാണ്. അപ്പൊ കൂടുതൽ വാർത്തകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി, നമസ്കാരം.